സർ, ഇന്ന് എമ്പുരാൻ റിലീസായിരിക്കുകയാണ് ആഗോളതലത്തിൽ. എന്താ പറയുക, ഒരു ഹോളിവുഡ് ചിത്രം എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്. എല്ലാ വാർത്താ മാധ്യമങ്ങളിലും ലൈവാണ്, രാവിലെ മുതൽ അതിരാവിലെ മുതൽ. ഏകദേശം വെളുപ്പിനെ ഒരു 5 മണി മുതലേ എല്ലാ തിയേറ്ററുകളും നിറഞ്ഞ ആൾ സാന്നിധ്യമായിരുന്നു. ജനങ്ങളുടെ വലിയ കൂട്ടവും ആരവവും ഒക്കെ. ഇത്രയേറെ മലയാള ചിത്രം ഇതിന് മുന്നേ നമ്മൾ നോക്കിയാൽ കുറേ കാലങ്ങൾക്ക് മുമ്പേ കാണുമായിരിക്കും. പക്ഷേ ഇത്രയേറെ മലയാള ചിത്രം ആഘോഷിക്കുന്ന ഒരു രംഗം നമുക്ക് ഇന്നാണ് കാണാൻ സാധിച്ചത്. ഞാൻ രാവിലെ ഉണർന്നത് തന്നെ ഈ പാണ്ടിമേളം കേട്ടുകൊണ്ടാണ്. പടക്കം പൊട്ടിക്കലും ഒക്കെ ചുറ്റുപാടും ഇങ്ങനെ ഒരു വലിയൊരു ആഘോഷ ഉത്സവ തിമിർപ്പ്. ഞാൻ വിചാരിച്ചു ഏതോ അമ്പലത്തിലെ വെടിക്കെട്ടായിരിക്കും, പാണ്ടിമേളവുമായിരിക്കും. വന്നു നോക്കിയപ്പോഴാണ് കൈരളി തിയേറ്ററിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആളുകൾ നിൽക്കുകയാണ്. ഓരോരോ വണ്ടികളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സ്കൂട്ടറിലും ഒക്കെ ആൾക്കാർ വരുന്നു, പോലീസുകാരും നിൽപ്പുണ്ട്. ആകെ ഇരുട്ട്, അകത്തോട്ടൊന്നും കാണാൻ വയ്യ. അപ്പോൾ ആൾക്കൂട്ടം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. അത്ര വലിയൊരു ആൾക്കൂട്ടം കൈരളി തിയേറ്ററിലെ പല ആൾക്കൂട്ടങ്ങളും കണ്ടിട്ടുള്ളതാണ്. ഈ കൊച്ചു വെളുപ്പം കാലത്ത് ഇങ്ങനെ വരാൻ ആളുകൾ തയ്യാറാകാത്തതുകൊണ്ടായിരിക്കും വലിയ ആൾക്കൂട്ടമൊന്നും കണ്ടിട്ടില്ല. കൂടുതലും ഫാൻസാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാനതിനെ കുറ്റം പറയുന്നില്ല. മലയാള സിനിമ എന്ന് പറയുന്നത് ഈ മഹാനടന്മാർ മാത്രമല്ലല്ലോ. അതിൽ ഏറ്റവും ചെറിയ ലൈറ്റ് ബോയ്സ് മുതലുള്ള ആൾക്കാരുണ്ട് ആ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന. അപ്പോൾ അവരുടെ ജീവിതം, അതുപോലെ ക്യാമറാമാന്മാർ തന്നെ ഏറ്റവും ഉയർന്ന ക്യാമറ മാത്രമല്ല, അതെ അതെ, പല ഗ്രേഡിലുള്ള ക്യാമറാമാൻകൾ ഇതുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്, പാവങ്ങൾ. അപ്പോൾ അവർക്കൊക്കെ ഒരു ഗതി പിടിക്കുമെങ്കിൽ ഇതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ഹൈപ്പ് ഇങ്ങനെ ഒരു താരത്തെ കൊണ്ടുവന്നു, സർപ്രൈസ് എൻട്രികൾ കൊണ്ടുവച്ചു. മാർക്കറ്റിങ്ങിൻ്റെ വിജയമാണ് അതിൻ്റെ തിളക്കം, അല്ല സിനിമയുടെ വിജയമാണെന്ന് ഞാൻ പറയില്ല. കാരണം ഇന്ന് ലോക നാടക ദിനം കൂടിയാണ്, വിശ്വ നാടക ദിനമാണ്. ആ വിശ്വ നാടക ദിനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്കൊരിക്കലും ഇതൊരു സിനിമ ആണെന്ന് പറയാൻ പറ്റും. ഇതൊരു ഷോ ആണ്. ആ ഷോയിൽ വിജയിച്ചാൽ അവരുടെ ലക്ഷ്യം വിജയിച്ചു, കോടികൾ റിട്ടേൺ ആയിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു വ്യവസായ താല്പര്യമാണ്. അത് വിജയിച്ചു കൊള്ളട്ടെ. കാരണം അത് വിജയിക്കേണ്ടത് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. ഈ ഇൻഡസ്ട്രി നിലനിൽക്കണം. അതുകൊണ്ട് ഉപജീവനമാർക്കിക്കൊണ്ട് കലാകാരന്മാരും അല്ലാത്തവരും ടെക്നീഷ്യൻസും ക്രാഫ്റ്റ്സ്മെനും ഒക്കെ ആയിട്ടുള്ള അനേകായിരങ്ങൾ അവരുടെ ജീവിതം അതുകൊണ്ട് കഴിഞ്ഞുകൂടുന്നുമുണ്ട്. ഹോളിവുഡിനെ പോലെ അല്ല ഇത്. നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവർ, ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ ഒക്കെ ആൾക്കാരുണ്ട്. അവരുടെ കുടുംബങ്ങൾ അതിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത് ജയിക്കേണ്ടത് ഒരു സാമൂഹിക മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു സാമൂഹികമായിട്ടുള്ള ഒരാവശ്യം തന്നെയാണ്. എമ്പുരാൻ എന്ന സിനിമ സാർ പറഞ്ഞതുപോലെ സിനിമ പ്രൊഡക്ഷൻ മുഴുവനും മലയാളികളാണ്. പക്ഷേ ആ മലയാളികൾക്കൊരു ഹോളിവുഡ് മാതൃകയിൽ സിനിമ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെയൊക്കെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിയും അവരുടെ കഴിവുകളും അല്ലേ. ഇപ്പോൾ സാർ പറഞ്ഞ ലൈറ്റ് ബോയ് മുതൽ ഓരോന്നും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ വ്യക്തികളുടെയും കഴിവും അവരുടെ ആത്മവിശ്വാസമാണ് ഇത്തരത്തിലുള്ള ഒരു ഹോളിവുഡ് മൂവി ചിത്രീകരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ മലയാളികൾക്ക് സമ്മാനിക്കുക, അല്ലെങ്കിൽ ലോകം മുഴുവനും സമ്മാനിക്കുക എന്നത് അതിൽ നമുക്ക് അഭിമാനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെയധികം വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇന്ന് രാവിലെ മുതൽ മെയിൻ സ്ട്രീം ആയിട്ടുള്ള വാർത്താ ചാനലുകളിലെല്ലാം ലൈവ് ഇത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള വാർത്തകളെക്കാട്ടിലും കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൊടുത്തിരുന്നത് എമ്പുരാൻ്റെ ലൈവായിരുന്നു. അവരുടെ ഒരു മാർക്കറ്റിംഗ് സാധാരണ യൂട്യൂബേഴ്സിനെയൊക്കെ അവരങ്ങ് അവഗണിച്ചതുപോലെ, സാധാരണ യൂട്യൂബേഴ്സാണ് കൂടുതൽ റിവ്യൂ, നെഗറ്റീവ് റിവ്യൂസ് ആയാലും പോസിറ്റീവ് റിവ്യൂസ് ആയാലും അതിനെയൊക്കെ മറികടന്ന് ഈ ഒരു എമ്പുരാൻ്റെ ഒരു പ്രൊമോഷൻ, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരിക്കലും ഒരു നെഗറ്റീവ് റിവ്യൂ അടിക്കാത്ത തരത്തിൽ എല്ലാ തിയേറ്ററുകളിലും അവരുടെ ഫാൻസിനെ കൊണ്ട് നിറയ്ക്കുകയും മാത്രമല്ല ഈ ഒരു റിവ്യൂ ചെയ്യുന്നത് തന്നെ പ്രധാനപ്പെട്ട ഫ്ലവേഴ്സ് ആണെങ്കിലും ഗോകുലം നമുക്കറിയാം, ഫ്ലവേഴ്സ് അല്ല, 24 ന്യൂസ്, റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ് തുടങ്ങിയ മെയിൻ സ്ട്രീമിലുള്ള ചാനലുകൾ മാത്രമാണ് ലൈവായിട്ട് കണ്ടത്. മറ്റൊരു നെഗറ്റീവ് റിവ്യൂ കേൾക്കാൻ പോലും യൂട്യൂബിൽ അവസരമില്ലാത്ത രീതി. ഞാൻ ഇന്ന് നോക്കി ആരെങ്കിലും സെൽഫായിട്ട് എന്തെങ്കിലും റിവ്യൂ, ഇതുവരെ ആരുടെ ഒരു റിവ്യൂ നമ്മൾ ഈ സമയം വരെ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു വൈബിൽ പോയിക്കണം. അതൊരു പൃഥ്വിരാജിൻ്റെ ഒരു ബ്രില്യൻസ് തന്നെയല്ലേ. പറയാൻ സമയമായിട്ടില്ല. കാരണം ഒരു സിനിമയുടെ കാലം എന്ന് പറയുന്നത് അത് മാസങ്ങളോളം ഓടുമ്പോൾ, ഒരു വർഷം തന്നെ ഓടുമ്പോൾ ഷോളോ പോലുള്ള സിനിമകൾ ഇപ്പോഴും വലിയ ഹൈപ്പാണ്. അത്തരത്തിലുള്ള സിനിമകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. രാമലീല പോലുള്ള സിനിമകൾ വലിയ ഹൈപ്പോട് കൂടി വന്നിട്ട് അത്രയൊന്നും ഒരു പ്രകീർത്തിക്കേണ്ട ഒന്നല്ലെന്ന് ഉള്ള ചിന്തകളിലേക്ക് വഴി ഒരുപക്ഷെ ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ നാളെയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും. പറയുന്നത് വളരെ സിനിമ പോട്ടെ, വർഷങ്ങളോളം ഓടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും അത് കലാപരമായിട്ടുള്ള ഒരു ആവശ്യമായിട്ടല്ല.
ഇത് ആ തരത്തിലുള്ള സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമ നമ്മൾ എന്തിനാണ് ഈ ഹോളിവുഡിനെ മാതൃകയാക്കുന്നത്? നമ്മൾ ടോളിവുഡിനെ അല്ലെങ്കിൽ മോളിവുഡിനെ അതിനെയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്? മറ്റുള്ള സായിപ്പിനെ തന്നെ അനുകരിക്കണമെന്ന് നമ്മൾ ഇത്ര നിർബന്ധം പിടിക്കുന്നത് എങ്ങനെയാണ്? അക്കിര കുറോസോവ അങ്ങനെ ഹോളിവുഡിനെയാണോ അനുകരിച്ചത്? ദി ത്രോൺ ഓഫ് ബ്ലഡ് എന്നുള്ള സിനിമ അത് തികച്ചും ജാപ്പനീസ് ആക്കുകയാണ് ചെയ്തത്. സത്യജിത് റേ എങ്ങനെയാണ് ചിത്രങ്ങൾ അവതരിപ്പിച്ചത്? വെസ്റ്റേൺ മാതൃകകളെയാണോ അനുകരിച്ചത്? അങ്ങനെ അനുകരിക്കാൻ കഴിവുള്ള എത്രയോ സംവിധായകരെ സിനിമ എന്ന കലയെ സിനിമയായിട്ട് തന്നെ കാണാൻ, ഗൗരവമായിട്ട് കാണാൻ കഴിവുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചവരും അല്ലാത്തവരുമായ ഭാവനാശാലികളായിട്ടുള്ള ധാരാളം സംവിധായകർ നമ്മളുണ്ട് സിനിമയെ വളർത്താനാണെങ്കിൽ. പക്ഷേ മെഗാ താരങ്ങളില്ലെങ്കിൽ അവരുടെ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടത്തില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടത്തില്ല. പണമില്ലെങ്കിൽ സിനിമ നിർമ്മിക്കാൻ പറ്റത്തില്ല. ആ അവസ്ഥയുണ്ട്. അത് നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചിട്ട് ഇത് വൻതോതിൽ ധാരാളം സിനിമകൾ അഭിനയിച്ചതിൻ്റെ ഫലമായിട്ട് കൂടി വൻ മൂലധനം മുടക്കാൻ ഇവർക്ക് കഴിവുണ്ട്. വൻതോതിൽ മാർക്കറ്റിംഗ് നടത്താനുള്ള സ്ട്രാറ്റജികൾ ഇവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പണം മുടക്കുവാണ്. അപ്പോൾ പണം കോടികൾ എറിഞ്ഞിട്ട് കോടികൾ വാരുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ റിസ്ക് ഉണ്ട്. ആ റിസ്കിനെ ബലമായിട്ട് മറികടക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള അടിത്തറ ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് സാധിക്കുന്നത്. പാവപ്പെട്ട പ്രതിഭാശാലിയായിട്ട് തലയിൽ പ്രതിഭയും വെച്ചുകൊണ്ടിരുന്നാൽ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് പണം വേണം. അപ്പോൾ ഒരു തരത്തിൽ ഇതൊരു ഇൻഡസ്ട്രി തന്നെയാണ്, ലാഭം തിരിച്ച് കിട്ടേണ്ട ഒന്ന് തന്നെയാണ്. ആ ലാഭം ഇത് കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മുടെ ഇന്നത്തേത് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് ജമ്പിങ് ടു കൺക്ലൂഷൻ ആയിരിക്കും. നമ്മളതിൻ്റെ അത് അങ്ങനെ അടിവരായിട്ട് പറയാൻ പറ്റില്ല. നോക്കൂ, ഇന്നിപ്പോൾ വന്നവരിൽ തന്നെ ഏറിയ പേര് മോഹൻലാൽ എന്നൊക്കെയുള്ള ടീഷർട്ടുകളോ മോഹൻലാൽ എന്നുള്ള ബാനറുകളോ ഒക്കെ ഘടിപ്പിച്ച് വന്നവരാണ്. അപ്പോൾ അവരൊന്നും യഥാർത്ഥ സിനിമാ ആസ്വാദകരല്ല, മറിച്ച് ഐഡോലാട്രി, വിഗ്രഹാരാധന എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ആരാധന കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന, വളരെ ഉപരിപ്ലവമായിട്ട് മാത്രം സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്ന, ആഴത്തിൽ ചിന്തിക്കാത്ത ആൾക്കാർ തന്നെയാണ്. ഒരു ആരാധനാ മനോഭാവം, ഒരു ഭക്തിഭാവം ഇത് സിനിമയ്ക്ക് നല്ലതല്ല. കാരണം മോഹൻലാൽ പോയി കഴിഞ്ഞാലും ഈ സിനിമ നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരാളിനെ മാത്രം നമുക്ക് പോകാൻ കഴിയില്ല. ഇപ്പോൾ പ്രേം നസീർ ഫാൻസ് ഉണ്ടായിരുന്നു, അവരെ കൊണ്ടിപ്പോൾ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിക്കാൻ കഴിയുമോ? അനുസ്മരണങ്ങൾ മാത്രമേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് സിനിമയാണ് നിലനിൽക്കേണ്ടത്, മോഹൻലാൽ അല്ല നിലനിൽക്കേണ്ടത് എന്നുള്ള സുബോധ്യത്തോടും അതുപോലെ തന്നെ ക്രാന്തദർശിത്വത്തോടും കൂടി വേണം ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യാനെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇൻഡസ്ട്രിക്ക് റിട്ടേൺ കിട്ടണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറങ്ങിയ പടങ്ങളിൽ ഭൂരിഭാഗവും എന്നല്ല, ഒരു ചിത്രമൊഴികെ ബാക്കിയെല്ലാം മൂക്കുകുത്തിയ വലിയൊരു പ്രതിസന്ധി മലയാളം ഫിലിം ഇൻഡസ്ട്രി നേരിടുന്ന ഘട്ടത്തിൽ ഇതൊരാവശ്യം തന്നെയാണ്. അതിനെല്ലാം ഉള്ള ഒരു മറുപടിയാണ്. അതുകൊണ്ട് വൻതോതിൽ തുക മുടക്കിക്കൊണ്ട് വൻതോതിൽ മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ട് അവരുടെ ഈ ഇൻ്റർവ്യൂ അഭിമുഖം ഉണ്ടല്ലോ, പ്രൊമോയ്ക്ക് വേണ്ടി അഭിമുഖം നടത്താറുണ്ടല്ലോ ചാനലുകളിലൊക്കെ. സാധാരണ എല്ലാ ചിത്രങ്ങളും മലയാളം ചാനലുകളിൽ ആണ് വന്ന് അഭിമുഖം കൊടുക്കാറുള്ളത്. ഇത് പൃഥ്വിരാജും അതുപോലെ മോഹൻലാലും അഭിമുഖം നൽകിയത് എവിടെയാണ്? ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിലാണ്, പ്രൈം ടൈം ഇംഗ്ലീഷ് ചാനലിലാണ്. വളരെ സുന്ദരമായിട്ട് ഇതിൻ്റെ ഐഡിയാസിനെ കുറിച്ച് പൃഥ്വിരാജ് സംസാരിച്ചു. മോഹൻലാൽ ഇംഗ്ലീഷിൽ അത്ര ഒരു ആർട്ടിക്കുലേറ്റ് അല്ലാത്തതുകൊണ്ട് ആ ഒരു ഇംഗ്ലീഷ് ചാനലിൽ ഇംഗ്ലീഷ് വളരെ നിർബന്ധം, നല്ല ഇംഗ്ലീഷ്, നമ്മൾ പറയുന്നത് മല്ലിംഗ്ലീഷ് അല്ല വേണ്ടത്, അവിടെ ശരിയായ ഇംഗ്ലീഷ് ഒരു ആർട്ടിക്കുലേഷൻ വസ്തു ആയതുകൊണ്ടും അദ്ദേഹത്തിന് അവിടെ പരിശോഭിക്കാൻ കഴിഞ്ഞില്ല അത്ര. പക്ഷേ പൃഥ്വിരാജ് നല്ല സുന്ദരമായ ഫ്ലവറി ഇംഗ്ലീഷിൽ, കിങ്സ് ഇംഗ്ലീഷിൽ, സായിപ്പിൻ്റെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ ഉച്ചാരണത്തോടു കൂടി പറഞ്ഞു കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ലൂസിഫറിൻ്റെ ഒരു അടുത്ത ഭാഗം തന്നെയാണ്. പക്ഷേ മോഹൻലാൽ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ലൂസിഫറുമായിട്ട് ഇതൊരു ബന്ധമില്ല, അടുത്ത ഭാഗമൊന്നും അല്ല, വേറൊന്നാണ് പറഞ്ഞത്. അവരുടെ അഭിപ്രായങ്ങളിൽ അങ്ങനെ ഒരു വ്യത്യസ്തത കണ്ടു. അതൊന്നും കുഴപ്പമില്ല. ഇതിലിപ്പോൾ ഒരു കലാപരമായിട്ടുള്ളൊരു സൃഷ്ടിയൊന്നുമാണെന്ന് ഞാൻ കരുതുന്നില്ല. നാടകം പോലെ കലയെ അത് ഇപ്പം റിവ്യൂ വരുമ്പോഴും പറയുന്നുണ്ട് ഇതിനകത്തൊരു സ്റ്റോറി ഇല്ല. ഇതിൻ്റെ മേക്കിംഗ്, ഇതിൻ്റെ മാസ് എൻട്രീസ്, ഇതിൻ്റെ ബാക്കിയുള്ള ഈ എഡിറ്റിംഗ്, പറഞ്ഞതുപോലെ ക്യാമറ ക്വാളിറ്റി, ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു ഹോളിവുഡ് ടച്ചിങ് തോന്നുന്നുണ്ട്. നമ്മളൊരു ഹോളിവുഡ് സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ് എല്ലാവർക്കും. പക്ഷെ ഒരു ലൂസിഫറിന് ഒരു 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 ഇമോഷണൽ സ്റ്റോറി ഉണ്ട്. ഇമോഷണൽ ആൻഡ് ഫാമിലി ആൻഡ് ഈ പറയുന്ന മാസ് സ്റ്റോറീസ് ലൂസിഫറിലുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് എമ്പുരാനിൽ വരുന്നത്. അവിടെ ഒരു സ്റ്റോറിയല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ ആക്ഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എബ്രാഹിം ഖുറേഷി ഈ ഹെലികോപ്റ്റർ വരുന്ന രംഗങ്ങളൊക്കെ പലതവണ ആവർത്തിക്കുകയും അതേപോലെ തന്നെ ഫൈറ്റിംഗ്, ഇതൊക്കെയാണ് കൂടുതൽ അതിന് പ്രാധാന്യം നൽകുന്നത്. ഈ മേക്കിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. മേക്ക് ഓവറുകളുണ്ട്, മോഹൻലാലിനെ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. മാക്സിമം അദ്ദേഹത്തിൻ്റെ ഒരു മാസ് ആക്ഷൻസ് മേജിക്, സിനിമയുടെ ഒരു മേജിക്കാണ്. നമ്മളിപ്പോൾ ഹോളിവുഡ് എന്ന് പറയുമ്പോഴും എല്ലാ ഹോളിവുഡ് സിനിമകളും അങ്ങനെയല്ല. പണത്തിൻ്റെ ആ ഷോ ആണ്, ഷോ സിനിമകളുടെ കാര്യം നമ്മൾ പറയുന്നത്. അതേസമയം ഓസ്കാർ അവാർഡ് നേടിയ
ഹോളിവുഡ് ചിത്രങ്ങളുണ്ട്. ആ രീതിയിലുള്ള ചിത്രങ്ങളാണ് നമുക്ക് സിനിമ എന്ന കലയെ നിലനിർത്താനും പരിപോഷിക്കാനും ഉയർത്താനും ജനങ്ങൾക്ക് ഒരു കലാസങ്കല്പമായിട്ട് നൽകാനും വേണ്ടത്. ഇതിപ്പോൾ സിനിമയുടെ ഇൻഡസ്ട്രിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്ന മഹാതാരങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അവസാനവട്ട പോരാട്ടം എന്നുള്ളത് മാത്രമേ കാണാൻ പറ്റൂ. സിനിമ നിലനിൽക്കുന്നത് ഓസ്കാറിനെ അനുകരിക്കുന്നത് വഴിയാണ്, ഓസ്കാർ ചിത്രങ്ങളെ അനുകരിക്കുന്നത് വഴിയാണ്. അല്ല ഹോളിവുഡ് ചിത്രങ്ങളുടെ ആ ഷോയോ മേജിക്കോ അതൊന്നും സിനിമയെ അധികകാലം പിടിച്ചു നിൽക്കുകയില്ല. താൽക്കാലികമായ ലാഭങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ചരിത്രത്തിൽ അതിന് സ്ഥാനലബ്ധി ലഭിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട. പക്ഷേ മലയാള സിനിമയുടെ നിലനിൽപ്പിന് പ്രധാനപ്പെട്ട ഒരു കാര്യം പണം തന്നെയാണ്. അതിനെപ്പോൾ ഇൻഡസ്ട്രി ആയിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഇതൊരു ശരിയായിട്ടുള്ള ദിശയിലുള്ള ചുവടുവെപ്പ് തന്നെയാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നുണ്ട്.